രാജ്യത്തിന്റെ സൈബർ ലോകത്തിനി സൈബർ കമാൻഡോ സുരക്ഷയും. ഇന്ത്യയിലെ ആദ്യ സൈബർ കമാൻഡോ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് ചടങ്ങ് തിരുവനന്തപുരത്ത് നടന്നു. കോട്ടയത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് 30-അംഗ ബാച്ചിന് പരിശീലനം നൽകിയത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ എന്ന I4Cയും ചേർന്നാണ് 6 മാസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനയിലും മറ്റും സുരക്ഷാ ഏജൻസികളിലും ജോലി ചെയ്യുന്ന സൈബർ സുരക്ഷയിൽ അഭിരുചിയുള്ള 30 ഉദ്യോഗസ്ഥരെയാണ് പരിശീലനത്തിനായി തെരഞ്ഞെടുത്തത്. കോട്ടയത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിലായിരുന്നു ട്രെയിനിംഗ്. സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കൽ, എത്തിക്കൽ ഹാക്കിംഗ്, ഡിജിറ്റൽ ഫോറൻസിക് പെനട്രേഷൻ ടെസ്റ്റിംഗ് തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശീലനം. പൊതു സ്വകാര്യ മേഖലകളിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ ഇവർക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റും പരിശീലന പരിപാടിയുടെ ഭാഗമായി ഏർപ്പെടുത്തി. ഡിഫറെന്റ് സ്ഥലങ്ങളിലുള്ള ആൾക്കാരായിരുന്നു. എസ്പെഷ്യലി JK ഉണ്ട്, അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, തമിഴ്നാട് നിന്നുണ്ടായിരുന്നു, തെലങ്കാന ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഓൾ ദ സ്റ്റേറ്റ്സ് നമുക്ക് ആളുകളുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവരായിട്ട് കൂടുതലായിട്ട് ഇടപെടാൻ പറ്റി. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അവർക്ക് അതിനുള്ള ഒരു പ്രൊഫഷണലിസം ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്. അപ്പോൾ അവർ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു. So we would actually use the same tools and the same approaches what the bad actors are performing on any infrastructure or any kind of digital assets. We will do that, and we will just identify the list of vulnerabilities and what are all the possible attacks that can be executed on a digital infrastructure and what information can be leaked onto the internet. തിരുവനന്തപുരത്ത് നടന്ന പാസിംഗ് ഔട്ട് ചടങ്ങിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. So when you talk of cyber commandos also, you need to understand you are becoming a part of the most elite, trained cyber security force of the country. It's not a small thing. And such an important thing has come. It was the need of the hour. And it's actually history in the making. If you look at after a few years, when you look at the history of cyber security in the country, 2 IITകളും കോട്ടയം IIITയും അടക്കം രാജ്യത്തെ 8 സ്ഥാപനങ്ങളിലാണ് പരിശീലനം നടന്നത്. കേരള പോലീസിന്റെ സൈബർ വിഭാഗത്തിനും കോട്ടയം IIIT പരിശീലനം നൽകുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ടോട്ടലി 8 സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലുള്ള ഈ ഫസ്റ്റ് ബാച്ച് 230 പേരെ നമുക്ക് എടുത്തിട്ടുള്ളൂ. ആ 8 സ്ഥാപനങ്ങളിൽ 2 IITs ഉള്ളൂ. പിന്നെ ഒരു IIIT കോട്ടയമാണുള്ളത്. ബാക്കിയുള്ളതെല്ലാം NFSU അതുപോലുള്ള MHയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ അത് കഴിവിനുള്ള അംഗീകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് IIIT കോട്ടയം മനസ്സിലാക്കി സൈബർ സെക്യൂരിറ്റി അതുപോലെ എമർജിംഗ് ഏരിയയിലാണ് നമ്മൾ ഇനി കോഴ്സ് കൊടുക്കേണ്ടത്. അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന പരീക്ഷയിൽ വിജയിക്കുന്നവർക്കാണ് പ്രവേശനം നൽകുന്നത്. ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.